നമസ്കാരം. അമേരിക്കൻ ഡോളർ വാങ്ങി രാജ്യത്തെ ഒറ്റിയ മാധ്യമ സ്ഥാപനങ്ങൾക്ക് കൂട്ടുവീഴാനുള്ള സുപ്രധാന തീരുമാനങ്ങളുമായിട്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിലേക്ക് തിരിച്ചു വരാൻ ഒരുങ്ങുന്നത്. മോദി തിരികെ വരുന്നത് ഇന്ത്യയിലെ നിരവധി മാധ്യമ സ്ഥാപനങ്ങളുടെ തീവ്രവാദ അട്ടിമറി ബന്ധത്തിന്റെ ബ്ലൂ പ്രിന്റുമായി എന്ന് പ്രമുഖ വൃത്തങ്ങളിൽ നിന്നും സൂചന ലഭിച്ചു. മോദി ട്രംപ് ചർച്ചയുടെ മറ്റു വിശദാംശങ്ങൾ ഔദ്യോഗികമായി ഇതുവരെ പുറത്തു വന്നിട്ടില്ല എങ്കിലും നരേന്ദ്രമോദി ഏറ്റവും കൂടുതൽ ലക്ഷ്യം വെക്കുന്നത് അമേരിക്കയിൽ നിന്നും ഇന്ത്യക്കെതിരായിട്ട് നടത്തുന്ന നീക്കങ്ങളും മുൻ അമേരിക്കൻ സർക്കാർ ഇന്ത്യയിലെ അർബൻ നക്സലുകൾക്കും ഇന്ത്യയിലെ മാധ്യമ സ്ഥാപനങ്ങൾക്കും നൽകിയിട്ടുള്ള സഹായം റദ്ദ് ചെയ്യാനും വേണ്ടിയാണ്. ഇന്ത്യക്കെതിരായി വ്യാജ വാർത്തകൾ നിർമ്മിക്കുവാനും ഇന്ത്യയിലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് കേന്ദ്ര സർക്കാരിനെതിരായിട്ടുള്ള നിലപാട് ഉണ്ടാക്കുവാനും ഇന്ത്യയിലെ ഹിന്ദുക്കൾ മുസ്ലിങ്ങൾക്കെതിരാണ് എന്നുള്ള ആശയം രാജ്യവ്യാപകമായും ലോകവ്യാപകമായും പരത്തുവാനും ഇന്ത്യൻ മാധ്യമങ്ങളെ ഉപയോഗിക്കുകയായിരുന്നു. ഇതിന് ആവശ്യമായിട്ടുള്ള ഫണ്ട് അമേരിക്കയിലെ ശതകോടീശ്വരനായിട്ടുള്ള ജോർജ് സോറസ് വഴിയാണ് എത്തിയത്. 5000 കോടി രൂപയോളം എത്തിയെന്നാണ് പറയുന്നത്. $500 മില്യൺ അമേരിക്കൻ സഹായം മാധ്യമ സ്ഥാപനങ്ങൾക്ക് ഇതുവരെ എത്തിച്ചേർന്നിട്ടുണ്ടെന്നാണ് നിലവിൽ ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പറയാൻ കഴിയുന്നത്. വ്യാജ വാർത്തകൾ ഉണ്ടാക്കി ഇന്ത്യൻ ജനാധിപത്യത്തിനെ അട്ടിമറിക്കുക എന്നതായിരുന്നു ബൈഡൻ സോറസ് ഹിഡൻബർഗ് സംഘത്തിന്റെ പ്രധാന ലക്ഷ്യം. കേന്ദ്ര സർക്കാരിനെതിരെ ദില്ലിയിലുണ്ടായ പൗരത്വ നിയമത്തിനെതിരായുള്ള കലാപം, കർഷക കലാപം, കാശ്മീരിലുണ്ടായ കലാപം, ഇതിന്റെ എല്ലാം പിന്നിൽ മാധ്യമങ്ങൾ ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ കലാപം ഉണ്ടാക്കുന്നതിന്റെ ഉറവിടവുമായി ആയിരിക്കും മോദിയുടെ വരവ്. ഇത്തരത്തിൽ പണം സ്വീകരിച്ചവരിൽ മലയാള സ്ഥാപനങ്ങൾ അടക്കമുണ്ട്. ഏകദേശം 10,000-ലധികം മാധ്യമ പ്രവർത്തകർക്ക് ഈ ഫണ്ട് ലഭിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാവുന്നത്. ഇതിന്റെ വിശദ വിവരങ്ങൾ ഇന്റർനെറ്റ് അധികൃതർക്ക് നൽകുമെന്നാണ് സൂചന. ഇത്തരത്തിലുള്ള മാധ്യമ പ്രവർത്തകർക്കെതിരെയും മാധ്യമ സ്ഥാപനങ്ങൾക്കെതിരെയുമെല്ലാം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാട്ടിലെത്തിയാലുടൻ തന്നെ അന്വേഷണം ഉണ്ടാവും. ഇതിന്റെ ഏറ്റവും വലിയ നേട്ടം BJPക്കെതിരെയും മോദിക്കെതിരെയും രാജ്യത്തിനെതിരെയും ഒക്കെ ചമയ്ക്കുന്ന വ്യാജ വാർത്തകൾ ഒഴിവാകുമെന്നതാണ്. അതേസമയം മുംബൈ ഭീകരാക്രമണ കേസ് പ്രതി തഹാവൂർ റാണയെ ഇന്ത്യക്ക് കൈമാറുമെന്നും സൈനിക വ്യാപാരം വർദ്ധിപ്പിക്കുമെന്നും F-35 അടക്കമുള്ള വിമാനങ്ങൾ ഇന്ത്യക്ക് നൽകുമെന്നതടക്കമുള്ള നേട്ടങ്ങൾ പ്രധാനമന്ത്രി അമേരിക്കയിൽ നടത്തിയ കൂടിക്കാഴ്ചയിൽ രാജ്യത്തിനുണ്ടായ നേട്ടങ്ങളാണ്. മാത്രമല്ല വൈറ്റ് ഹൗസിൽ ട്രംപും നരേന്ദ്രമോദിയും തമ്മിലുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം നടത്തിയ പത്രസമ്മേളനത്തിൽ ഇന്ത്യയും US തമ്മിൽ മികച്ച വ്യാപാര ബന്ധവും കരാറുകളും പ്രതീക്ഷിക്കുന്നുവെന്ന് ഡൊണാൾഡ് ട്രംപ് പറയുകയുണ്ടായി.